ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് അല്ലേ? കാരണം ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന സഹകരണ മേഖലയിലെ ഏറ്റവും ടോപ്പ് ലെവലായിട്ട് ഒരു കാൻഡിഡേറ്റിന് കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് ജോലി അല്ലേ? അത് കാരണം നമ്മുടെ ഇൻസ്പെക്ടർ ജോലിയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അതുപോലെ തന്നെ ടെൻറ്റേറ്റീവ് എക്സാം മന്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ ചിട്ടയോടെ പഠിച്ചാൽ, ഞാൻ വീണ്ടും പറയുകയാണ്, ചിട്ടയോടെ ഓർഡറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാം ആണല്ലേ. അതായത് പ്രോപ്പർ സർക്കാർ ജോലി എന്ന് പറയാം അല്ലേ? പ്രോപ്പർ ഗവൺമെൻറ് ജോലിയാണെന്ന് ഓർത്ത് വെക്കുക. ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് ജോലി കിട്ടുക എന്ന് ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ പറയുമ്പോൾ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ജോലിയാണ് ഈ ഇൻസ്പെക്ടർ എന്ന് പറയുക. നിങ്ങൾ ചോദിക്കാറുണ്ട്, ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, സാറേ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, എങ്ങനെ പഠിക്കും? CSEB എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ എക്സാമിൻ്റെ ഒരു പാറ്റേൺ അല്ലേ? CSEB എക്സാമോട്ട് എന്താണ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ എപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്. ഞാൻ പറയുകയാണ്, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, CSEB എക്സാമിനെക്കാട്ടിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്ന എക്സാമാണ് നമ്മുടെ ഇൻസ്പെക്ടർ എന്ന് പറയുക. ഓക്കെ, കാരണം എന്താണ്, 100 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, പ്രോപ്പറായിട്ട് ചിട്ടയോടെ പഠിച്ചാൽ, വീണ്ടും ആ വാക്ക് നിങ്ങൾ ഓർത്ത് വെക്കുക, ചിട്ടയോടെ ഓർഡറായിട്ട് പഠിക്കുക. ചുമ്മാ നമ്മൾ വാരി വലിച്ച് പഠിക്കാതെ പ്രോപ്പർ അതിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ട് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ മൊഡ്യൂളുകളും വളരെ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഓർത്ത് വെക്കുക, വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ ഇൻസ്പെക്ടർ എന്ന് പറയുക. ഓക്കെ, ഏറ്റവും നല്ല ഗ്ലാമറസ് പോസ്റ്റാണ്, ഏറ്റവും നല്ല മനോഹരമായിട്ട് ഗ്ലാമറസ് പോസ്റ്റാണെന്ന് ഓർത്ത് വെക്കുക. നല്ല സാലറിയും ഉണ്ട്, നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ജോലിയുമാണ്. നമുക്ക് എന്താണ് ബഹുമാനം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സാമ്പത്തികത്തെക്കാട്ടിലും ഉപരിയായിട്ട് ബഹുമാനം. അതായത് ഒരു ഇൻസ്പെക്ടർ ഒരു ബാങ്കിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും എണ്ണിക്കാറുണ്ട്. അത്രയും ബഹുമാനമായിട്ടുള്ള അത്രയും ഗ്ലാമറസ് പോസ്റ്റാണ് ഈ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ലാസ്റ്റ് ടൈമിൽ അല്ലേ, അതായത് 2020 നടന്ന ഇൻസ്പെക്ടറിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള എക്സാമാണ്. വളരെ ചിട്ടയോടെ പഠിച്ചാൽ, നിങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് കേട്ടോ, ആ വാക്ക് വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ്. ചിട്ടയോടെ പഠിക്കുകയാണെങ്കിൽ ഇത്ര എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സാം നമുക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് കൂടുതൽ നമ്മുടെ അവസാനം നടന്ന ഇൻസ്പെക്ടറിൻ്റെ ആ ഒരു എക്സാം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കും, ഇത്ര സിമ്പിളായിരുന്നോ അല്ലേ, ഇത്ര സിമ്പിളായിരുന്നു നിങ്ങൾ ഓർക്കാറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, നോക്കിയാൽ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ്, വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അന്ന് ചോദിച്ചത് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കിയാൽ എന്താണ്, ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഫോമിങ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു, അതായത് ഒരു സഹകരണ സംഘം അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, മെയിൻ ഒബ്ജക്റ്റ് എന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻ എ നോക്കിയാൽ, ഓപ്ഷൻ എ കംപ്ലൈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ ബി എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്, ഓപ്ഷൻ സി പ്രൊവൈഡ് ലോൺ ഓർ കൺസ്യൂമർ ഗുഡ്സ് ടു മെമ്പേഴ്സ് ആൻഡ് ഡി ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഫോമിങ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തിനു വേണ്ടിയാണ് ഫോം ചെയ്യുക? നമ്മൾ സെക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലേ, സെക്ഷൻ 4 പഠിച്ചിട്ട് എന്താണ് ഒബ്ജക്ട്സ് അല്ലേ, ഒബ്ജക്റ്റീവ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അവിടെ KCS ആക്ടിലെ സെക്ഷൻ 4 പറയുന്നുണ്ട്, എന്താണ് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ ലക്ഷ്യം എന്തായിരിക്കും ലക്ഷ്യം എന്ന് പറയുക? കംപ്ലൈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണോ, എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പർ ആണോ, അതുപോലെ പ്രൊവൈഡ് ലോൺ ഓർ കൺസ്യൂമർ ഗുഡ് ടു മെമ്പേഴ്സ് ആണോ, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണോ? എന്താണ് ആൻസർ വരിക? എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. ശരിയല്ലേ? അതായത് സൊസൈറ്റി ഫോം ചെയ്യുന്നത് അതിലെ മെമ്പർമാരുടെ സാമ്പത്തികപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? എന്താണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി ആണ്, എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പർ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പർ എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നത് അതിലെ അംഗങ്ങളുടെ അല്ലെങ്കിൽ അതിലെ മെമ്പർമാരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലേ. പണം ഒരുപാടുള്ളവന് അത് ഡെപ്പോസിറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് മേടിക്കാനും, പണം ഇല്ലാത്തവൻ ലോൺ എടുക്കാനും, അങ്ങനെ പഠിച്ചാൽ പോരെ അല്ലേ. എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ് എന്ന് ഓർത്ത് വെക്കുക. ഇത് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 4 ഓഫ് KCS ആക്ട് കേട്ടോ. KCS ആക്ടിലെ സെക്ഷൻ 4 ഇത് പറയുന്നതെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ അല്ലേ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയർമാൻ ഓഫ് കെയ്പ്പ് അല്ലേ, കെയ്പ്പിൻ്റെ ചെയർമാൻ ആരാന്നാണ് ചോദ്യം. ചെയർമാൻ ഓഫ് കെയ്പ്പ് ഫോർ കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻ കേരള. എൻ്റെ ഓപ്ഷൻ ഏതാണ്? മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ഓഫ് കേരള, മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ ഓഫ് കേരള, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ. ആരാണ് കെയ്പ്പിൻ്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത്? വളരെ ബേസിക് ചോദ്യമാണ് അല്ലേ, വളരെ ബേസിക് ചോദ്യമാണ്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ കേൾക്കുമ്പോൾ ഓർക്കും, ഇത്ര എളുപ്പമായിരുന്നു ലാസ്റ്റ് എക്സാം അല്ലേ, ഇത്രത്തോളം എളുപ്പമായിരുന്നു ലാസ്റ്റ് എക്സാം നമ്മൾ ഓർക്കാറുണ്ട്. ഓപ്ഷൻ എ മിനിസ്റ്റർ ഫോർ ഹെൽത്ത് ഓഫ് കേരള,
ഓപ്ഷൻ ബി മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ ഓഫ് കേരള, ഓപ്ഷൻ സി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ആൻഡ് ഓപ്ഷൻ ഡി മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ. ഏതാണ് ആൻസർ വരിക? ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ആണല്ലേ. അതാണ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയാണ് അതിൻ്റെ ആൻസർ വരിക എന്ന് ഓർത്ത് വെക്കുക. ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയാണ് അല്ലെ. കെയ്പിൻ്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ചീഫ് മിനിസ്റ്റർ ആണല്ലേ. 1900 എന്നാണ് കെയ്പ് രജിസ്റ്റർ ചെയ്തത്? ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, ഗവൺമെൻറ് ഓഫ് കേരള അണ്ടറിൽ വരുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. എന്നാണ് കെയ്പ് ഫോം ചെയ്തത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്നാണ് 1999 അല്ലേ. 1999 കെയ്പ് ഫോം ചെയ്തതെന്ന് ഓർത്ത് വെക്കുക. അതിന് ചെയർമാൻ ചീഫ് മിനിസ്റ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഒരുപാട് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം ഒരു CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അപ്പക്സ് സംഘങ്ങളിലേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻസ്പെക്ടറിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആയിക്കോട്ടെ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഗഹാൻ എന്ന് പറയുക അല്ലേ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സംഭവമാണ് ഗഹാൻ, വലിയ സംഭവമാണ്, അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഫോം നമ്പർ യൂസ്ഡ് ടു ക്രിയേറ്റ് ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഫോം നമ്പർ ഏതാണെന്ന് ചോദ്യം. ഓപ്ഷൻ എ ഫോം നമ്പർ 8A, ഓപ്ഷൻ ബി ഫോം നമ്പർ 8C, ഓപ്ഷൻ സി ഫോം നമ്പർ 8B ആൻഡ് ഓപ്ഷൻ ഡി ഫോം നമ്പർ 8D. ഇപ്പോൾ ഏത് ഫോമിലാണ് ഗഹാൻ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഗഹാനുമായിട്ട് പഠിക്കാൻ ഒരു സിമ്പിളുണ്ട്, ഒരു ടിപ്പുണ്ട്. വളരെ സിമ്പിളായിട്ട് ടിപ്പാണ്, ഓർത്ത് വയ്ക്കുക. ഇതിനെ ഓർത്താൽ മതി. 36A 36A, പിന്നെ 51A, പിന്നെ 8A, എല്ലാം എയില്ല അല്ലേ. അതാണ് 36A, 51A ആൻഡ് 8A. അപ്പോൾ സെക്ഷൻ 36A റൂള് 51A ഫോം നമ്പർ 8A ഗഹാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓർത്ത് നോക്കുക. ഇതാണ് സെക്ഷൻ 36. ഏതിൻ്റെ? നമ്മുടെ KCS ആക്ടിലെ എല്ലാവരും ഓർത്ത് എൻ്റെ ഒപ്പം പറഞ്ഞ KCS ആക്ടിലെ സെക്ഷൻ 36A, പിന്നെ KCS റൂൾസിലെ റൂൾ 51A, പിന്നെ ഫോം നമ്പർ 8A. അപ്പോൾ ഇതാണ് ഗഹാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനുള്ളത് അല്ലേ. എന്താണ് ഗഹാൻ എന്ന് പറയുന്നത്? എന്താ അർത്ഥം? അർത്ഥം നോക്കുക, ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നാണ് അർത്ഥം അല്ലേ. ഒന്നുമില്ല, നമ്മൾ ഒരു സംഘത്തിൽ നമ്മൾ ലോൺ എടുക്കാൻ ചെല്ലുന്നു. നമ്മൾ സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ വീട് സ്ഥലമല്ലാതെ പണയം വെച്ച് ലീഡ് വെച്ച് നമ്മൾ ലോൺ എടുക്കുന്നു. ആ ലോൺ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ചാർജ്, അതിലുള്ള അവകാശം ബാങ്കിനാണ് നമ്മൾ എഴുതി കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ അവകാശം എനിക്കൊരു സ്ഥലമുണ്ട്, ആ സ്ഥലം ഞാൻ ബാങ്കിൽ ഈട് വെക്കുന്നു, ലോൺ വെച്ച് ലോൺ എടുക്കുന്നു, ഈട് വെച്ച് ഞാൻ ലോൺ എടുക്കുന്നു, സെക്യൂരിറ്റി അവിടെ പണയം വെച്ച് ലോൺ എടുക്കുന്നു. ആ സമയത്ത് അതിൻ്റെ ചാർജ് ബാങ്കിൽ എന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കുന്നതാണ് ഗഹാൻ. പണ്ട് കാലങ്ങളിൽ നമ്മൾ എഴുതണമായിരുന്നു, ഗഹാൻ എഴുതിയത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ബാങ്കിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ ഒരു ഓൺലൈനായിട്ട് തന്നെ ചെയ്യാമെന്ന് ഓർത്ത് പോകുക. നാളെ നിങ്ങൾ CSEB എക്സാമൊക്കെ എഴുതി നിങ്ങൾ HOയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ കിട്ടും ഗഹാൻ ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഗഹാനെ പറ്റി ആക്ച്വലി ഗഹാൻ നമ്മുടെ സെക്ഷനിൽ 36 KCS ആക്ടിലെ 36A ഗഹാനെ പറ്റി പറയുന്നതെങ്കിലും ആക്ച്വലി ഈ ഗഹാനെ പ്രതിപാദിക്കുന്നത് നമ്മുടെ KS കാർഡ് ആക്ടിലാണ് കേട്ടോ. KS കാർഡിൻ്റെ ആക്ടിലെ 1984 KS കാർഡ് ആക്ടിലാണ് ഇതിനെപ്പറ്റി പ്രോപ്പറായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അവിടെ സെക്ഷൻ 10 മുതൽ 15 വരെയാണ് ഈ ഗഹാനുമായിട്ട് ബന്ധപ്പെട്ടത്. KS കാർഡ് ആക്ടിലെ 1984 KS കാർഡ് ആക്ടിലെ സെക്ഷൻ 10 മുതൽ സെക്ഷൻ 15 വരെയാണ് ഈ ഗഹാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പോയി ലോൺ എടുക്കുന്നു, സ്ഥലം വെച്ച് ലോൺ എടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ചാർജ് നമ്മൾ അതിൻ്റെ അവകാശം എന്ന് പറയും അല്ലേ. ആ അവകാശം നമ്മൾ ബാങ്കിൻ്റെ പേര് എഴുതി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. 3-4 പേപ്പറുണ്ട്, നമ്മൾ ഗഹാനൊക്കെ എഴുതിയിട്ട് സൈനൊക്കെ ചെയ്യാറുണ്ട്, തമ്പ് ഇംപ്രഷനൊക്കെ എടുക്കാറുണ്ടെന്ന് ഓർത്ത് വെക്കുക. വളരെ സിമ്പിളാണ്, അത്രേ ഉള്ളൂ സംഭവം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനും റൂളും ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകണം. കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു എക്സാമിനായിക്കോട്ടെ, അതുപോലെ തന്നെ ഏതൊരു ഇൻ്റർവ്യൂവിനായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പോൾ CSEB എക്സാം കഴിഞ്ഞ് ഒരു 10 ബാങ്കിൽ 10 ബാങ്ക് ഉണ്ടെങ്കിൽ അതിൽ 8 ബാങ്കിലും അവിടുത്തെ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നതാണ്. 10 ബാങ്കിൽ ഇൻ്റർവ്യൂ നടത്തിയാൽ അത് 8 ബാങ്കിലും ചോദിക്കുന്നതാണ് ഗഹാൻ എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ കുട്ടികളൊക്കെ ഈ പറയുന്ന കാര്യം സാറ് 36A 51A 8A ചാർജ് അല്ലെ ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നാണ് പറയുക. അപ്പോൾ അവർ ചോദിക്കുക എന്താണ് കുട്ടി ഈ സംഭവം, എന്താണ് മോനെ ഈ സംഭവം, നീ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലോൺ എടുക്കാൻ നേരത്ത് നമ്മുടെ സ്ഥലത്തിൻ്റെ ചാർജ് എന്നാണ് ബാങ്കിൻ്റെ പേര് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ ഓർത്ത് വെക്കുക കേട്ടോ. വളരെ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ അല്ലേ. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. 1 man 1 vote പ്രിൻസിപ്പിൾ വാസ് റെക്കമെൻഡഡ് ബൈ ഡാഷ് കമ്മിറ്റി. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. എന്താണ് 1 man 1 vote പ്രിൻസിപ്പിൾ റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? ഓപ്ഷൻ എ മിൻഡോ മോർലി, ഓപ്ഷൻ ബി ഗോർവാല കമ്മിറ്റി, ഓപ്ഷൻ സി മക്ലഗാൻ കമ്മിറ്റി, ഓപ്ഷൻ ഡി മുണ്ടേഗു ചെംസ്ഫോർഡ് അല്ലേ. ഏതാ ആൻസർ വരിക? ഗോർവാല കമ്മിറ്റിയാണോ സർവേ കമ്മിറ്റി? AD ഗോർവാല എന്ന് പറയുന്നത് നമ്മുടെ സർവേ കമ്മിറ്റിയാണ് അല്ലേ.
പിന്നെ മൊണ്ടേഗു ചെംസ്ഫോർഡ് എന്ന് പറയുന്ന മൊണ്ടേഗു ചെംസ്ഫോർഡ് ഏതാണ് സഹകരണത്തെ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആക്കണമെന്ന് 1919 റെക്കമെൻഡ് ചെയ്തതാണ് അല്ലേ. സഹകരണത്തിലെ എന്താണ് സഹകരണം ഒരു സ്റ്റേറ്റ് ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആക്കണം അല്ലെ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആക്കണം എന്ന് പറഞ്ഞ് 1919 എന്താണ് കോർപ്പറേഷൻ ഷുഡ് ബി എ സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലെ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു അല്ലെ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആക്കണം എന്ന് പറഞ്ഞ ആളാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ്. ഗോർവാലയുടെ അറിയാം സർവേ കമ്മിറ്റി അല്ലേ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു AD ഗോർവാല എന്ന് പറയുന്നത്. സർവേ കമ്മിറ്റി ചെയർമാനായിരുന്നു അല്ലേ. SBI ഫോർമേഷൻ ഓഫ് SBI പിന്നെ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രോപ്പ് ലോൺ സിസ്റ്റം അങ്ങനെ ഒരുപാട് റെക്കമെൻഡേഷൻസ് അദ്ദേഹത്തിൻ്റെ ആ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ടെന്ന് ഓർത്ത് നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക ഇവിടെ ആൻസർ വരുന്ന മക്ലഗൻ ആണല്ലേ. ശരിയല്ലേ എല്ലാവർക്കും അറിയാം ഇതൊക്കെ അറിയത്തില്ല അത് ആരും കാണില്ല വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യമാണ് അല്ലേ. 1 man 1 vote ഒരു വ്യക്തിക്ക് ഒരു വോട്ട് അതായത് ഒരു വ്യക്തിക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു വോട്ട് അല്ലാതെ അവൻ എത്രത്തോളം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഷെയർ അവൻ്റെ കയ്യിലുണ്ടെന്നോ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പോൾ 50 രൂപ ഷെയറുള്ള വ്യക്തിക്കും അതുപോലെ തന്നെ 20,000 രൂപ ഷെയറുള്ള വ്യക്തിക്ക് എന്താണ് ഒറ്റ വോട്ടേ ഉള്ളൂ അല്ലേ. ഈക്വൽ പ്രാതിനിധ്യമാണ് ഒറ്റ വോട്ട് 1 man 1 vote എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾസ് ഇന്ന് എല്ലാ സഹകരണ സംഘങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് റെക്കമെൻഡ് ചെയ്തത് ആരാണ് അത് റെക്കമെൻഡ് ചെയ്തത് മക്ലഗൻ കമ്മിറ്റിയാണ്. അപ്പോൾ ഈ മക്ലഗൻ കമ്മിറ്റി ഏത് വർഷമാണ് അപ്പോയിൻറ്റ് ചെയ്തത് 1914 കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. 1915 റിപ്പോർട്ട് സമർപ്പിച്ചു. മക്ലഗൻ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് ഇമ്പീരിയൽ കമ്മിറ്റി. എന്താണ് കുട്ടികളെ ഓർത്ത് വെക്കണേ ഇമ്പീരിയൽ IMPERIAL ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ എന്നൊക്കെ പറയാം. ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ എന്നൊക്കെ പറയപ്പെടുന്ന കമ്മിറ്റിയാണ് ഇത് നമ്മുടെ മക്ലഗൻ കമ്മിറ്റി എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ഇതിൻ്റെ സെക്രട്ടറി ആരായിരുന്നു EW ബാങ്ക് ആയിരുന്നു അല്ലേ. EW ബാങ്ക് ആയിരുന്നു ഇതിൻ്റെ സെക്രട്ടറി എന്ന് ഓർത്ത് വെക്കുക. വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. ഇപ്പം ഞാൻ അധികം വിശദമായിട്ട് പോകുന്നില്ല. നമ്മുടെ ക്ലാസ്സസിലൊക്കെ വളരെ വിശദമായിട്ട് ഈ കമ്മിറ്റിയെ പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് ഓർത്തുക വളരെ വിശദമായിട്ട് നമ്മൾ ഈ കമ്മിറ്റിയെ പറ്റിയൊക്കെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കോഴ്സിലെ ക്ലാസ്സസ് നിങ്ങൾ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ അപ്പോൾ 1 man 1 vote പ്രിൻസിപ്പിൾ റെക്കമെൻഡ് ചെയ്തത് മക്ലഗൻ കമ്മിറ്റിയാണെന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ദ പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ താഴെ പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആരാണെന്നല്ലേ. ഓണർ ഓപ്ഷൻ എ പറയുന്നു ഓണർ, ഓപ്ഷൻ ബി പറയുന്നു ഓഫീസർ, ഓപ്ഷൻ സി പറയുന്നു അഡ്വൈസർ ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു എംപ്ലോയീസ്. പ്രസിഡന്റ് ഒന്നും നമുക്ക് ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യാം ഓരോ പോയിന്റ് നോക്കാം. ആദ്യം ഓണർ സംഘത്തിൻ്റെ ഓണർ മെമ്പേഴ്സ് അല്ല പ്രസിഡന്റ് അല്ല ആണോ. സംഘത്തിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സാണ്. അഡ്വൈസർ ആണോ അല്ല അഡ്വൈസറും അല്ല. എംപ്ലോയി ആണോ പ്രസിഡന്റ് എംപ്ലോയിയും അല്ല. അപ്പോൾ ഓപ്ഷൻ എന്താ വരിക പ്രസിഡന്റ് ഒരു ഓഫീസറാണല്ലേ. പ്രസിഡന്റ് എന്താണ് പുറത്ത് വെച്ചാൽ പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു ഓഫീസറാണ്. ഓക്കെ അദ്ദേഹം ഒരു ഓഫീസറാണെന്ന് ഓർത്തു വെക്കുക. അത് പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഓഫീസറാണ്. ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 5 ക്വസ്റ്റ്യനും വളരെ സിമ്പിളായിരുന്നു. നമുക്ക് അവിടെ ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ. നമ്മുടെ ക്ലാസ് കണ്ട് പഠിച്ച കുട്ടികളോട് ചോദിക്കുകയാണ് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടോ. ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. പ്രസിഡന്റ് എന്ന് പറയുന്ന ഓഫീസറാണ് ഒരു സംശയവും വേണ്ട കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ. മക്ലഗൻ കമ്മിറ്റി ആ കമ്മിറ്റിയെ പറ്റി അതിൻ്റെ എന്താണ് ആ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്ത വർഷം റിപ്പോർട്ട് സമർപ്പിച്ച വർഷം പിന്നെ അതിൻ്റെ സെക്രട്ടറി ആരാണ് റെക്കമെൻഡേഷൻസ് എന്താണ് എല്ലാം വളരെ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഇത് ഒറ്റ തവണ ക്ലാസ് കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും സംശയത്തിൻ്റെ ഒരു എന്താണ് ആവശ്യം വരില്ല, സംശയം ഉണ്ടാവില്ല. ഓക്കെ പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എന്താണ് എല്ലാം വളരെ സിമ്പിളല്ലായിരുന്നു. ഗഹാനെ പറ്റിയൊക്കെ നമ്മൾ അതിവിശദമായിട്ട് ഉദാഹരണങ്ങൾ സഹിതമാണ് നമ്മുടെ ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഒരാൾ ലോൺ എടുക്കാൻ ചെല്ലുന്നു, സെക്രട്ടറിയായിട്ട് സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നു, അവരുടെ അപേക്ഷ സ്കെച്ച് ആൻഡ് പ്ലാൻ അങ്ങനെ കുറേ എന്താണ് ഡോക്യുമെൻറ്റ്സുകൾ കൊണ്ടുവരുന്നു അല്ലേ. അതിനുശേഷം ഗഹാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവസാനം ലോൺ അടച്ചു കഴിയുമ്പോൾ ലോൺ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഗഹാൻ തിരികെ എഴുതി കൊടുക്കുന്നു. ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു കഥ പോലെ ഓർത്തിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും നമ്മളിതൊന്നും മറക്കില്ല. ഞാൻ നിങ്ങൾ വീണ്ടും പറയുകയാണ് നമ്മുടെ ഇൻസ്പെക്ടർ എക്സാം എന്ന് പറയുന്നത് സ്വപ്ന ജോലിയാണ്. വളരെ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ വളരെ പ്രോപ്പറായിട്ട് വിശദമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. കാണാപ്പാടമല്ല കേട്ടോ, ഒരിക്കലും കാണാപ്പാടമല്ല. കാരണം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ ഈ ക്വസ്റ്റ്യൻസൊക്കെ നോക്കി എന്ത് വളരെ സിമ്പിളാണ്, എല്ലാം വളരെ സിമ്പിളല്ലേ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് 5 ക്വസ്റ്റ്യനുമായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത 5 ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് കാണാം. ഓക്കെ താങ്ക് യു.